സുജയ പാർവതി കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞതൊക്കെ ആ സമയത്ത് വലിയ ട്രോളായിരുന്നു. ഇതിന്റെയൊക്കെ ആവശ്യം റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അന്ന് കാണിച്ച പുകിലെന്ന് പറയുന്ന അത് വേറൊരു രീതിയിൽ. ഇവർ ഈ മരണത്തെ റേറ്റിംഗിന്റെ ഒരു സംഭവമാക്കി മാറ്റുകയാണ് ഈ ചാനലുകാർ. എനിക്ക് തോന്നുന്നു മറ്റ് ചാനലുകാരും ഇത്രയും ഒരു ഷോ ഓഫ് കാണിക്കുന്നില്ല. ഇവരെ പോലെ ഇത്രയും ഇത്തവണ ഏഷ്യനെറ്റ് ആണ് വീണ്ടും 90 പോയിന്റോടുകൂടി നമ്പർ 1 ആയത്. റിപ്പോർട്ടർ 82ഓടുകൂടി 2ാം സ്ഥാനത്തുണ്ട്. 24 3ാം സ്ഥാനത്ത് 80 പോയിന്റോടുകൂടി. പക്ഷെ എന്തിനാണ് ഇവർ ഈ നാടകം കളിച്ച് എന്തിനാണ് ഇവർ ഈ ഷോ ഓഫ് കാണിച്ച് ഇങ്ങനെ റേറ്റിംഗിൽ ഒന്നാമതെത്തുന്നതെന്നാണ് ചോദിക്കുന്നത്. മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് ഇപ്പോ ഇതൊക്കെ മറിയ ഉമ്മ കേൾക്കുമ്പോ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ അവർക്കുണ്ടാവുന്ന ഒരു വേദനയൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ലേ? വീണ്ടും ആവശ്യമില്ലാത്തടത്ത് അവരുടെ ഭർത്താവിനെ വലിച്ചിഴച്ചിട്ട് ആരെയും വിശുദ്ധരാക്കുന്നില്ല, കല്ലറയിൽ മെഴുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ? അവരുടെ വിശ്വാസം അനുസരിച്ച് അവരടക്കുന്നത് അല്ലെങ്കിൽ സംസ്കരിക്കുന്നത് കല്ലറയിലാണ്. അതിപ്പോ VS സംബന്ധിച്ചിടത്തോളം VS കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് അവർക്ക് ഈ രീതികളില്ല. അല്ലെങ്കിൽ അരുൺകുമാർ കുടം പൊട്ടിച്ചതിന് ശേഷം തീ കൊളുത്തുക എന്നുള്ള ഒരു ചടങ്ങുണ്ട്. ഇവർക്ക് അതില്ല. അത്രേ ഉള്ളൂ സംഭവം. ഓരോരുത്തർക്കും ഓരോ വിശ്വാസം, അതനുസരിച്ച് പോകുന്നവർ പൊക്കോട്ടെ എന്നുള്ളതല്ല, വീണ്ടും അതിനെ ചൊറിയുക എന്നുള്ളതാണ് അരുൺകുമാറിന്റെ ഒരു രീതി. ചൊറിയുകയല്ല, ഇത് കുറെ പേർ എടുത്ത് ഇപ്പൊ നമ്മൾ ഉൾപ്പെടെ ഉള്ളവരെടുത്ത് വാർത്തയാക്കി, പല മാധ്യമങ്ങളും ഇത് വാർത്തയാക്കുന്നു, പല യൂട്യൂബേഴ്സും ഇത് വാർത്തയാക്കുന്നത്. സ്വാഭാവികമായി റിപ്പോർട്ടർ ചാനൽ എന്ത് പറഞ്ഞു എന്നുള്ളത് കേൾക്കാൻ അതിലേക്ക് ആളുകൾ ക്ലിക്ക് ചെയ്യും. അപ്പോ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നു. ഇവർ ഉദ്ദേശിച്ചത് ഒരു അജണ്ടയാണ്, അജണ്ടയുടെ ഭാഗമാണിത്. വെറുതെ വായിൽ നിന്നൊന്നും വന്നതല്ല. ഇതിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്, ആ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട ഇവർ കൃത്യമായി നടപ്പിലാക്കി. ഇപ്പോ എന്താണ് ആ വാർത്തയെന്ന് കേൾക്കാനായി കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠൻ നായരുടെ നാക്കുപിഴ പ്രേംലാലേട്ട അത് പറഞ്ഞപ്പോ ഞാൻ ആദ്യം ചോദിച്ചിട്ടുണ്ട്, അതിന്റെ വീഡിയോ ഉണ്ടോ? ഇതാണ്, ഇത്രേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ പറയുമ്പോൾ വാർത്തകളിൽ വരുമ്പോൾ എന്താണ് അരുൺകുമാർ പറഞ്ഞതെന്ന് കേൾക്കാൻ അവരുടെ ചാനലിൽ ആ വാർത്ത ക്ലിക്ക് ചെയ്യും. അത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് വച്ചിരിക്കുന്നത് ആരെങ്കിലും കാണും. സ്വാഭാവികമായിട്ടും അവർക്ക് അതിൽ റീച്ച് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർ കളിക്കുന്ന നാടകമാണ്. പലരെയും വേദനിപ്പിച്ചുകൊണ്ടാണെങ്കിലും അവരുടെ നാടകം വിജയിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും മര്യാദയുള്ള നാടകങ്ങളല്ല എന്ന് മാത്രം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ആൾക്കൂട്ടമായി ഒരാൾ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയാറുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ സാറാണെന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ 2ാം അനുസ്മരണ സമ്മേളനം പുതുപ്പള്ളി പള്ളിയുടെ മുറ്റത്ത് വെച്ച് നടന്നത്. KPCC ഒരു അനുസ്മരണ സമ്മേളനം പ്രഖ്യാപിച്ച് പന്തൽ കെട്ടി ശ്രീ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 10,000-കണക്കിന് മനുഷ്യരാണ് എത്തിയത്. ഏതെങ്കിലും മണ്ഡലം കമ്മിറ്റി ആളെ കൂട്ടിയിട്ട് വാഹനം ക്രമീകരിച്ചു വന്ന ജനാവലി അല്ല അത്. ആ വന്നവർ അത്രയും ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടുവന്നതാണ്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരണശേഷവും കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ഉമ്മൻചാണ്ടി സാറാണ് എന്ന് തെളിയിക്കപ്പെട്ട ദിവസമായിരുന്നു അത്. സാറിന്റെ ഓർമ്മ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും 100 കണക്കിന് മനുഷ്യർ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുതുപ്പള്ളി സാറിന്റെ കല്ലറയിലേക്ക് ഒഴുകിയെത്താറുണ്ട്. ചിലർ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം, ചിലർ നിറകണ്ണുകളോടെ നിൽക്കുന്നത് കാണാം, ചിലർ കൈകൂപ്പി ഇരിക്കുന്നത് കാണാം. അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ രീതിയിലാണ് സാറിനെ അനുസ്മരിക്കുന്നത്. എന്നാൽ ഏറ്റവും കൗതുകമായി തോന്നിയിട്ടുള്ളത് ചിലർ സാറിന്റെ കല്ലറയിലെത്തി അവരുടെ ആവലാതികൾ അപേക്ഷകളായി സമർപ്പിക്കുന്നത് കാണുമ്പോഴാണ്. അങ്ങനെ അപേക്ഷ സമർപ്പിക്കുന്നവർ വിവേകശൂന്യരായിട്ടല്ല, ഒരുപക്ഷെ അത് അവർക്കൊരു ആശ്വാസമായിരിക്കാം. അല്ലെങ്കിൽ ക്രിസ്ത്യ വിശ്വാസമനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ഇവിടെ നിന്ന് കടന്നുപോയവർക്ക് ദൈവസന്നിധിയിൽ മധ്യസ്ഥത യാചിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലായിരിക്കാം. ജീവിച്ചിരിക്കുന്ന ഭരണാധികാരിയേക്കാൾ ജനത്തിന് വിശ്വാസം മരണപ്പെട്ട മുൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാകാം ആ മനുഷ്യന്റെ കല്ലറയിലേക്ക് ജനങ്ങൾ പ്രവഹിക്കുന്നതും അസൂയാലുക്കൾ വിഷം വമിപ്പിക്കുന്നതും. ഉമ്മൻചാണ്ടി സാറിനെ മരണശേഷവും ആശ്രയിക്കുന്ന മനുഷ്യർക്ക് മുന്നിലേക്ക് നിങ്ങൾ എത്ര പെയ്ഡ് അപരാധങ്ങൾ പറഞ്ഞാലും അവരുടെ മുന്നിൽ നിങ്ങൾ അപഹാസ്യരേ ആകൂ. ഉമ്മൻചാണ്ടി എന്ന സ്നേഹ സാമ്രാജ്യത്തെ തകർക്കാൻ നിങ്ങളുടെ TRPക്ക് കരുത്തുണ്ടാകില്ല. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കും, ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മകളും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കും.